Alhamdulillahi Rabbil Alameen wassalatu wassalamu ala rasulihi Muhammad wa ala alihi wa sahbihi ajma'in amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Fa'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Assalamu alaikum all of you. ഞാനൊരു സാധനം ഇട്ട് തരാം, നിങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തോ കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് 3-5 ആയാണ്. ഒന്ന് എല്ലാരും കൂടെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഒരു പേപ്പറും പെൻസിലും ഒക്കെ എടുത്തോ. ട്രൈ ടു ട്രാൻസ്ലേറ്റ്. കറക്റ്റ് ആയിട്ട് നോക്കുക. ഓരോ വേർബ് എടുക്കുക, ഓരോ പീസ് ആയിട്ട് മുറിച്ചിട്ട് അതിന്റെ മീനിങ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ ഇതിലിപ്പോ നിങ്ങൾക്ക് അറിയാൻ പാടില്ല, ഇതിപ്പോ എല്ലാ വാക്കുകളും പഠിച്ചിട്ട് നിങ്ങളെ കൊണ്ട് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് മുഴുവൻ പഠിച്ചാലാണ് ഇതാവുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ചില വേർബ്സ് ഒന്നും ഇല്ല, നിങ്ങൾ പഠിച്ചിട്ടില്ല, അഡ്വാൻസ്ഡ് ആണ്. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് മീനിങ് അറിയാൻ പാടാത്തതിന്റെ ലിസ്റ്റ് മുകളിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ യു ക്യാൻ റീഡ് ഇറ്റ്. എന്നിട്ട് ഇതിൽ കൃത്യമായിട്ട് ഫായിൽ ഏതാണ്, ഫെയിൽ ഏതാണ് എന്നെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ഫായിൽ ഏതാണ്, ഫീൽ ഏതാണ്, ഹുറുഫ് നാസിബ ഉണ്ട്, ഹുറുഫ് ജാസിമ ഖുർആനിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ എടുത്തിരിക്കുന്നത്. ഒരു ലൈനും കൂടെ ഉണ്ട്, അത് ഞാൻ ഒന്ന് മുകളിലേക്ക് പോയാൽ ചിലപ്പോൾ മുകളിലത്തെ ക്യാൻസൽ ആയി പോകും. ഒരായും കൂടെ ഉണ്ട്, 5 ഉണ്ട്. അപ്പൊ മുകളിൽ അത് ഇതായി പോകും. അപ്പൊ നിങ്ങളൊരു പണി ചെയ്യാം, മുകളിലുള്ള ഓക്കെ ചെയ്തോ. ഐ ഗിവ് യു 10 minutes മാക്സിമം. ആരെയോ സക്കീന. ഓക്കെ, 7:31 ആയി. അപ്പൊ ഒരു 7:40 വരെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തോ. ലാസ്റ്റത്തെ ആയ ഞാൻ ലാസ്റ്റ് ആവുമ്പോ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ആദ്യത്തെ ഒരു 2 എണ്ണം കഴിയുമ്പോൾ മെസ്സേജ് ചെയ്യാം, ഞാനത് മുകളിലേക്ക് ഇട്ടുതരാം. 5 ആയാസ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്തു നിഷ. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? എല്ലാരും ചെയ്തു തുടങ്ങിയില്ലേ? ഓക്കെ, ഞാൻ വിചാരിച്ചു ഇനി വല്ല നെറ്റ് കട്ടായി പോയോന്ന്. ആദ്യത്തെ കഴിഞ്ഞു കാണുമല്ലോ, ഞാൻ ഒന്ന് പതുക്കെ ഒന്ന് പൊക്കട്ടെ. ഓക്കെ, ഞാനൊന്നും സംസാരിക്കുന്നില്ല. യു ജസ്റ്റ് നീഡ് ടു ഡു ദ ട്രാൻസ്ലേഷൻ നിഷ.
Translate these 5 ayahs. Nish late ആയിട്ടാണ് join ചെയ്തേ. കഴിഞ്ഞ് കഴിയുമ്പോ ഡൺ ഒന്ന് അടിച്ചേക്ക കേട്ടോ. Oh, alhamdulillah, Shanara, very good. Please don't type the answers. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആരും ഒന്നും ആൻസർ ഒന്നും എഴുതണ്ട. Okay. And then ആൻസേഴ്സ് ആരും പറയണ്ട, നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. Don't worry. 4 മിനിറ്റ് ഉണ്ട്. 4-5 മിനിറ്റ് ഉണ്ട്. ഞാൻ 41 അല്ലേ പറഞ്ഞേ. കഴിയുന്നവര് ഡൺ അടിക്കണേ. ഓക്കെ, അൽഹംദുലില്ലാ. ഐ തിങ്ക് എല്ലാരും കഴിഞ്ഞു തോന്നുന്നു. ആരെങ്കിലും ഉണ്ടോ ഇനി കഴിയാത്ത? Let's not waste time. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യത്തെ കേട്ടോ, ലൻ നസ്ബിറ അലാ തആമിൻ വാഹിദിൻ. ലൻ ഹുറൂഫ് നാസിബ और ഹുറൂഫ് ജാസിമ. Yeah, it gives nasab to the fail which comes after it. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ലെൻ കഴിഞ്ഞിട്ട് നസ്ബിറു എന്ന് പറയുന്നതിന് പകരം നസ്ബിറ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സബറ യസ്ബിറു. വിച്ച് ബാബ്? സബറ യസ്ബിറു വിച്ച് ബാബ്?
Oh, very good. Mashallah. അറിയാം. ആരും തെറ്റിച്ചിട്ടില്ല. ദറബ യദ്രിബു. Yeah, ബാബ് ദറബയാണ്. Okay. അപ്പൊ സബറ യസ്ബിറു. യസ്ബിറു, തസ്ബിറു, തസ്ബിറു, അസ്ബിറു, നസ്ബിറു. ആ സിംഗുലർ ആയിട്ടുള്ള 5 എണ്ണം. ഓക്കെ. യസ്ബിറു, തസ്ബിറു, തസ്ബിറു, അസ്ബിറു, നസ്ബിറു. 5 എണ്ണം. അതില് ഇത് നസ്ബിറുടെ നസ്ബിറ ബിക്കോസ് ഓഫ് ലൻ. അപ്പൊ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോ ഇതിലെ ഫായിൽ ആരാണ്? യെസ്, ഇറ്റ്സ് നഹ്നു ആണ്. നഹ്നു ആണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ മീനിങ് ഇപ്പൊ ലൻ എവിടെ ഇല്ലെങ്കിൽ വി വിൽ വി വരുന്നുണ്ട്, ടോളറേറ്റ്. അപ്പൊ വി വിൽ ടോളറേറ്റ് എന്നാണ് വരിക. വി വിൽ ടോളറേറ്റ് എന്നുള്ള മീനിങ് ആ വരിക. പക്ഷെ ഇവിടെ ഒരു ലൻ വരും. അപ്പൊ എന്ത് ചെയ്യും? വി വിൽ നോട്ട് ടോളറേറ്റ്. ലൻ എന്ന് പറയുന്നത് എംഫസിസ് ആണ്. ഇറ്റ് ഇസ് ഫോർ എംഫസിസ്, ഇറ്റ് ഇസ് ഫോർ ഫ്യൂച്ചർ ആൻഡ് ഇറ്റ് ഇസ് ഫോർ നെഗേഷൻ. 3 പോയിന്റ് ആണ്. Okay, yes, we will never tolerate. Okay, we will not എന്ന് ഇട്ടാലും it is not wrong. Okay, never വരുമ്പോ ഒരു സ്ട്രെസ് വരണം, അത്രേ ഉള്ളൂ. We will not tolerate or we will never tolerate. Ala is what? Yeah, upon. What is it actually technically? Yes, harf what? Harf. It is harf jar. It's harf jar. That's why ta'amin വന്നിരിക്കുന്നത്. And വാഹിദിൻ അതിനുശേഷം വന്നിരിക്കുന്നത്. ഈ ത്വാമിൻ വാഹിദിൻ എന്താണ് കണക്ഷൻ? Yes, it is not. It is മൗസൂഫ് and സിഫ. അപ്പൊ we will never tolerate ala on വാഹിദിൻ. One എന്ന് പറഞ്ഞ ഫുഡ് ആണ്. One food. We will never tolerate on one food. One single food. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. Okay, that is one thing. We will not be patient. അങ്ങനെ ആയാലും കുഴപ്പമില്ല. We will not be patient. അല്ലെങ്കിൽ we will not tolerate on one food. Whatever. Okay. സബർ. സബർ എന്ന് പറയുമ്പോൾ ബേസിക്കലി പേഷ്യന്റ് എന്നാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ. ഓക്കെ, ദാറ്റ് ഇസ് വൺ തിങ്. ഇത് കറക്റ്റ് ആയിട്ട് എത്ര പേരുണ്ട്? എല്ലാവരും കറക്റ്റ് ആണോ? തെറ്റിച്ചോ? ആരെങ്കിലും തെറ്റിച്ചോ? ഓ, വെരി ഗുഡ് ജാസ്മിൻ. ഷഹനാര, റഷീദ, ഓൾ കറക്റ്റ്. മാഷാഅല്ലാഹ്, വെരി ഗുഡ്. ആരെങ്കിലും തെറ്റിച്ചിരുന്നോ? ഇനി ലം അൻവർ. again what happened? lam yamsashum su'un. ലം യംസസ്ഹും. ഈ യംസസുനെ കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട. അത് അഡ്വാൻസ്ഡ് ഫെയിൽ ആണ്. സോ ഡോ വറി. ഓക്കെ. സോ ലം. ഈ സുഉൻ എന്ന് പറയുന്നത് ഇതൊരു ഫെയിൽ ആണ്. ഓക്കെ. ഇത് നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ, ഇതും പഠിച്ചിട്ടില്ല. ബട്ട് വാട്ട് ഇസ് ദിസ്? ഇതൊരു ഫെയിൽ ആണ്. വാട്ട് ഇസ് ദിസ്? What is this of the fail? What is this of the fail? അതാണ് എനിക്കറിയേണ്ടത്. This is the fa'il. Yes, Basam. Yes, correct. This is the fa'il of the fail. This is the fa'il of the fail. Lam nu parna negation is in the past tense. Lam is negating it in the past tense. Appo lam yamsas ennu parayunnathu ഇത് lam is hurufu jasima. That's why it is yamsas ennu parna ivida sukun vannirikkunnu. It makes the fail sukun. Jazam. Okay, appo touch എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. So he did not. Yamsas പറഞ്ഞാൽ he touched. See, he touched ആണ് yamsasന്റെ meaning. lam അതിന്റെ അപ്പുറത്ത് വരുമ്പോൾ he did not touch. ഓക്കെ. ഈ ഹും എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. അത് പിന്നെ നിങ്ങൾ പഠിക്കും. മഫൂൽ എന്ന് പറയും. ഓക്കെ. അപ്പൊ ഹും എന്ന് പറഞ്ഞത് ഇവിടെ ദം എന്നാണ് മീനിങ്. ഓക്കെ. അപ്പൊ he did not touch. He did not touch. Sorry, he touched. അല്ലെങ്കിൽ ഈ ലം വന്നപ്പോ he did not touch whom? them. അപ്പൊ he did not touch them. പക്ഷെ അപ്പൊ സൂൻ എന്താണ്? He did not touch them. I understood. But what is the soon?
It is, what is the haraka of soon? Yes, she says correct. It is marfu. Appo oru fail kaniyitte oru marfu ayinu shesham variyanankil what is it is the fa'il of the fail. Okay, appo idu soon nu parna evil aanu. Okay, appo idine nammal ee he ennulladinte tatti kalanjittu soon ulli kettiidum. Appo evil did, appo evil touched nai, evil touched nai, പക്ഷെ ഇവിടെ lam ഉണ്ട്. appo evil did not touch who, whom, touch them. Evil did not touch them. Clear ആണോ? തെറ്റിച്ചോ ആരെങ്കിലും? ഓക്കെ, മീനിങ് മോളിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, കറക്റ്റ്. ഓക്കെ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഓക്കെ, ഇനി വൽ യാഫു വൽ യസ്ഫഹു. ഓക്കെ, അപ്പൊ വൽ യാഫു, ഇവിടെ ഒരു സാധനം ഞാൻ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ അതിപ്പോ ഞാൻ പറഞ്ഞുതരാം. ഈ ഇത് ആക്ച്വലി ലാം വിത്ത് സുക്കൂൻ എന്ന് പറയുന്നത് ലാം ഓഫ് അമറാണ്, പക്ഷെ ഗായിബിന്റെ അമറാണ്. എന്ന് വെച്ചാൽ അപ്പൊ യഫ് അലു യഫ് അലാനിയില് നമ്മള് ലി യഫ് അൽ എന്നിടൂല്ലേ, ലി യഫ് അല എന്നിടില്ലേ, ലി യഫ് അലു എന്നിടില്ലേ, അത് തന്നെയാണ് ഇത്. പക്ഷെ അതിന്റെ ഇവിടെ പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വായിന്റെ ഫ്രണ്ടിൽ വന്നു. ആ വാ ഫ്രണ്ടിൽ വരുമ്പോ അല്ലെങ്കിൽ ഫ ഫ്രണ്ടിൽ വരുമ്പോ ഈ ലീ എന്നുള്ളത് ഈ സുക്കൂൻ എടുക്കും. അതൊരു റൂളാണ്, അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല, അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ വൽ യഅഫു എന്ന് പറയുമ്പോ ബേസിക്കലി അത് പറയാണ്, അത് ശരിക്കും ഈ വാ ഇവിടെ ഇല്ലെങ്കിൽ ഇത് എന്താ സംഭവിക്കുക വെച്ചാൽ ലീ യഅഫു എന്നാണ്, ലീ യാഫു. അപ്പൊ ഇപ്പൊ എന്താ യഫ് അലു, ഇവിടെ മുമ്പിൽ ലീ ഇട്ടപ്പോ ലീ യഫ് അല, സോറി ലീ എന്താണ് ലീ യഫ് അൽ, സി ലീ ഇപ്പൊ ഹാഫ് കുറച്ചെനിക്ക് കിട്ടുള്ള. ഓക്കെ, ഇതിന്റെ മുമ്പിൽ ഇത് ബേസിക്കലി ഞാൻ പറയാം, ഇത് ലാം ഓഫ് അമർ ആണ്, ഫോർ ഗൈബ് ആണ്. ഓക്കെ, അപ്പൊ ഇതില് വരുന്നത് ഇത് ലീ യഫു എന്നുള്ളത് വരുന്നത് ബേസിക്കലി ഇത് അമറാണ്. പക്ഷെ ഇതിന്റെ ഇവിടെ ഒരു വാ വന്നതുകൊണ്ട് ഒരു ഇതിന്റെ വേ ഓഫ് റൈറ്റിംഗ് വൽ യഅഫു എന്നാണ്. പക്ഷെ അതിന്റെ മീനിങ് ഇതിപ്പോ നമ്മൾ ഇത് ഗായിബാണ്, റൈറ്റ്, ഇത് ഗായിബാണ്. അപ്പൊ അത് പ്ലൂറൽ ആണ്, മാസ്കുലിൻ ആണ്. ഓക്കെ, അപ്പൊ ഗായിബ് ആകുമ്പോ ദേ ആണ് മീനിങ് വരുന്നത്, ഫായില് ദേ ആണ് അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുക, ഇവിടെ ഇതിന്റെ മീനിങ് വരുമ്പോ ദേ, പക്ഷെ ഇത് അമറാണ്, ഗായിബ് അമറാണ്. അപ്പൊ നമ്മള് ഓർഡർ ചെയ്യാണ്, കമാൻഡ് ചെയ്യാണ്. അപ്പൊ ദേ ഷുഡ് ഫൊർഗീവ്. ഓക്കെ, ഇനി വൽ യസ്ഫഹു, ഇതിന്റെ മീനിങ് പറഞ്ഞത് പാർഡൻ ചെയ്യാന്നാണ്, സിമിലർ മീനിങ് ആണ്. സോ ഡോണ്ട് വറി. അപ്പോഴും ഇവിടെയും ഇതും ലാം ഓഫ് അമർ ഫോർ ഗായിബ് ആണ്. ഓക്കെ, അപ്പൊ അതില് വരുമ്പോഴും ഇത് വൽ എന്നാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ മീനിങ് വരുമ്പോ ആൻഡ് ദേ ഷുഡ് ഫൊർഗീവ് ആൻഡ് ദേ ഷുഡ് പാർഡൻ, അതാണ് അതിന്റെ മീനിങ് വരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത് ബേസിക്കലി വരുന്നത് യഅഫു എന്നുള്ളത് അവിടെ ആ നൂൺ ഡ്രോപ്പ് ആയിരിക്കുകയാണ്. ഇത് യാഫൂന എന്നുള്ളതിന്റെ I did not write should the rest. Okay, it's okay. അനീഷ, ഓക്കെ, അനീഷക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണോ? അപ്പൊ ഇത് ബേസിക്കലി നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്, ലാം ഓഫ് അമർ എന്താ പഠിച്ചിരിക്കുന്നത്? ലീ, ഇപ്പൊ യഫ് അലു എടുത്തു, ലീ യഫ് അൽ, ലീ യഫ് അല, ലീ യഫ് അലു അല്ലെ, ലീ തഫ് അൽ, ലീ തഫ് അല, ലീ തഫ് അൽന, ലീ യഫ് അൽന, ഇങ്ങനെയല്ലേ നമ്മൾ ലാം ഓഫ് അമർ ഫോർ ഗായിബ് പഠിച്ചിരിക്കുന്നത് ഇല്ലേ? പക്ഷെ ഇതും അത് തന്നെയാണ്. സി, ഇതെന്താ ലീ യഅഫ, സി
ഇത് മറ്റേ ഫീലാണ്, അതുകൊണ്ടാണ് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറയാൻ പറ്റാത്ത, ആ രീതിയിൽ പറയാൻ പറ്റാത്ത. ഇതിൽ ബേസിക്കലി ഇവിടെ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഇത് ബേസിക്കലി ഇത് ഈ വാ ഇവിടെ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വരുന്നത് ലീ അഫു എന്നാണ്. ഓക്കെ, ലീ അഫു എന്നാണ് ഇത് വരുന്നത്. ഇത് ലാം ഓഫ് അമർ ആണ്. പക്ഷെ ഇവിടെ വാ വന്നതുകൊണ്ടാണ് ഇത് സുക്കൂൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇടുന്നതിന്റെ റീസൺ അതാണ്. ഇത് ഇവിടെ വാ വന്നതുകൊണ്ടാണ്. ആ ലീ എന്നുള്ളത് ലാം വിത്ത് സുക്കൂൻ ആവും. ദാറ്റ്സ് എ ഡിഫറൻസ്. അതൊരു റൂളാണ്, അത്രേ ഉള്ളൂ. ആക്ച്വലി ഇത് ലീ യാഫു എന്നാണ്, ഇത് ലീ യസ് ഫഹു എന്നാണ്, അത്രേ ഉള്ളൂ. അനിഷ ഓക്കെ ആണോ? വാ വന്നോണ്ട് കൺഫ്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ മീനിങ് വരുന്നത് എന്താണ്? They should forgive and they should pardon. Okay, so that's it. ഇനി ലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിഹിം. ഓക്കെ, ലമ്മ എന്ന് പറയുന്നത് ഹുറുഫുൽ വാട്ട്? ഏംബ്ര ഒന്നും പഠിപ്പിച്ചില്ല. ജാസിമ. ഓക്കെ, അതുകൊണ്ട് ഇത് യദ്ഖുലാണ്, യദ്ഖുൽ എന്നാണിത്. പക്ഷെ അത് ഇവിടെ ഒരു അല്ല് വെച്ചിട്ടുള്ള ഒരു നൗൺ വന്നതുകൊണ്ട് ഇത് കണക്ട് ചെയ്ത് വായിക്കാൻ വേണ്ടിയിട്ടാണ് യദ്ഖുലി എന്നിട്ടിരിക്കുന്നത്. ഇത് കണക്ഷന് വേണ്ടി, റീഡിംഗ് പർപ്പസിന് മാത്രമാണ്. ബട്ട് ആക്ച്വലി ഇറ്റ് ഇസ് യദ്ഖുൽ. ബിക്കോസ് ലമ്മ വരുമ്പോ യദ്ഖുലു എന്നുള്ളത് ജസമാവും. ഓക്കെ, അപ്പൊ ലമ്മ യദ്ഖുൽ. അപ്പൊ യദ്ഖുൽ എന്ന് പറഞ്ഞാൽ ഹി ഈസ് എൻറ്ററിങ്, അല്ലെങ്കിൽ ഹി എൻറ്റേഴ്സ് ഓർ ഹി വിൽ എൻറ്റർ. ഓക്കെ, അപ്പൊ ഇതിൽ ലമ്മയുടെ മീനിങ് എന്താ? യെസ്, നോട്ട് യെറ്റ്. അപ്പൊ ഇവിടെ ഹി എൻറ്റേഴ്സ് അല്ലെങ്കിൽ ഹി എൻറ്റേർഡ് എന്നുള്ള, ഹി ഈസ് എൻറ്ററിങ് എന്നുള്ളതിന് അപ്പൊ ലമ്മ വന്നു കഴിയുമ്പോൾ ഹി ഹാസ് നോട്ട് യെറ്റ് entered, he has not yet entered എന്ന് വരും. And what is this imanu in this sentence? Yes, very good. It is a fa'il. It is a fa'il because it is having dhamma and it is coming after the fail. Okay, അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്യും, ഹീന തട്ടിക്കളയും. അപ്പോ ഈമാൻ, faith, has not yet entered. Where? Fi, in, qulubikum. ഇതെന്ത് കൺസ്ട്രക്ഷനാ? Mudaf mudafile. Yeah, qulubikum is mudaf mudafile. Fi കഴിഞ്ഞാൽ harf jar. That's why qulubi വന്നിരിക്കുന്നത്. Then it's mudaf and kum is mudafile. അപ്പൊ ഫീ ഖുലൂബിക്കും, in your, kum അല്ലേ, അപ്പൊ your hearts, you all. അപ്പൊ ഈമാൻ has not yet entered in your hearts. Okay, okay. ഇനി യുരീദുല്ലാഹു, യുരീദു, അറാദ യുരീദു, അത് നിങ്ങൾ പഠിച്ചിട്ടില്ല. ഓക്കെ, യുരീദുല്ലാഹു. അപ്പൊ ഇതിൽ അല്ലാഹു ഈ ഫീൽഡ് ആരാണ്? Okay, it is a file. So Allah, ഇത് യുരീദ് എന്ന് പറഞ്ഞാൽ he wants എന്നാണ്, he wants or he intended എന്നാണ് വരുന്നത്. അപ്പൊ Allah intends or Allah is intending what? An yukhaffifa, that he lightens ankum. അത് അൻകുംന്, അന്ന് ഹർജാറാണ്, കും മജ്റൂറാണ്. ബട്ട് അന്നിന് പല മീനിങ് ഉണ്ട്. അപ്പൊ ഇതിൽ ബേസിക്കലി ഈ ഫീൽ ഒന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഇത്രയെ കുറിച്ച്, ഇത് യുഹഫിഫ, ഇത് ശരിക്കും യുഹഫിഫു ആണ്. അത് അൻ വന്നതുകൊണ്ട് ഇത് യുഹഫിഫ ആയി. അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. Allah did not want or intend to light, that he lighten your loads എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് ടു മച്ച്. ഓക്കെ, അത് ആ സെന്റൻസ് എന്റെ കൂടെ വന്നുകൊണ്ട് ഞാൻ അതും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ Allah wants to lighten the load for you all. Allah wants to lighten, that he lightens the, Allah wants or Allah intends that he lighten the loads for you എന്നാണ് ഉദ്ദേശിക്കുന്നത്, for you all. Yes, ആണ്.
ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി എത്ര പേര് കഷ്ടപ്പെട്ടു, എത്ര പേർക്ക് ഭയങ്കര ഈസി ആയിരുന്നു? ഈസി ആണെങ്കിൽ ഈസി അടിക്കുക, ഹാർഡ് ആയിരുന്നു എന്നുള്ളത് ഹാർഡ് അടിക്കുക. ഇയും എച്ച് ഇട്ടാ മതി. അത് തന്നെ, എനിക്ക് മലയാളത്തിലുള്ള ഇച്ചിരി പണിയാ, അതാ. ഈസി മഷാല്ല, ഹാർഡ് മുബി, ഹാർഡ് മീഡിയം ജഷ്ന. ഓക്കെ, 50-50 ഈസി. അൽഹംദുലില്ലാ. അൻവറെ ഇൻഷാല്ലാ, അൻവർ ലാസ്റ്റ് തേർഡ് ബുക്ക് കഴിയണ വരെ അവിടെ ഉണ്ടാവും ഇൻഷാല്ലാ. Effort is what matters. Medium. Yeah, okay. Translate ചെയ്യേണ്ട രീതിയാണ് എനിക്ക് നിങ്ങൾ ഇതിൽ മനസ്സിലാക്കണം. See, don't worry about the meaning or whatever. Because meaning-നെ കുറിച്ച് നമ്മളിപ്പോ പറയാം. നമുക്കിപ്പോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ്. ഇതിന്റെ മീനിങ് എന്ത് വരും? ഈ ഇപ്പൊ നമ്മൾ പഠിച്ച സാധനങ്ങളുടെ മീനിങ് വെക്കുക. പിന്നെ ഈ ഫെയിലിന്റെ പുറത്ത് ഫായിൽ ഇരിക്കുന്നു, പിന്നെ ഇത് ഹർജാറാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതി ആണ് നമ്മൾ കോൺസെൻട്രേറ്റ്. റൂൾസും ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതി, അത് മാത്രം ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഡോണ്ട് വറി. ഓക്കെ, അൽഹംദുലില്ലാ. ഇനി ഓക്കെ, ഇതില് ബുക്ക് 1. ഇത് ഞാൻ പേപ്പർ എടുത്ത് വെച്ചില്ല. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 3 റൂട്ട് ലെറ്റർ ഫെയിൽ പഠിച്ചു. നിങ്ങൾ സമയമൊക്കെ ശരിക്കും പഠിച്ചോ? എല്ലാ ബാബുകളും പഠിച്ചോ? ഇനിയുള്ളത് ഒന്നുമില്ല, ചടപടയെന്ന് നമുക്ക് തീർക്കാൻ പറ്റും. ഓക്കെ, ഇനിയുള്ളത് പേജ് നമ്പർ ഏതാണ്? പേജ് നമ്പർ നോക്കിക്കോ, ഏതാ? അല്ല, പേജ് എവിടെ? പേജ് നമ്പർ 92, 93 ആണെന്ന് എനിക്ക് തോന്നുന്നു. 94 പേജ് നമ്പർ 94-ല് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇത് ഇപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് 3 റൂട്ട് ലെറ്റേഴ്സ് ആണ്. ഇനി നമ്മൾ 3 റൂട്ട് ലെറ്റേഴ്സിന്റെ കൂടെ കുറച്ച് എക്സ്ട്രാ ലെറ്റേഴ്സ് ആഡ് ചെയ്യണം. ഓക്കെ, എക്സ്ട്രാ ലെറ്റേഴ്സ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു സുലാസി മുജറദും സുലാസി മസീദ് ഫി എന്ന് പറഞ്ഞിട്ട് പഠിച്ചിരുന്നു. സുലാസി മുജറദ് എന്ന് പറഞ്ഞാൽ 3 റൂട്ട് ലെറ്റേഴ്സ്, ആൻഡ് സുലാസി മസീദ് ഫി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ലെറ്റേഴ്സ് ഇൻ ഇറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സുലാസി മസീദ് ഫി എന്ന് പറഞ്ഞാൽ 3 റൂട്ട് ലെറ്റേഴ്സിന്റെ കൂടെ എക്സ്ട്രാ ലെറ്റേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുള്ള 9 ബാബ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പൊ ഓരോന്നിലും പല രീതിയിലാണ് എക്സ്ട്രാ ലെറ്റേഴ്സ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് അതിന്റെ ലിസ്റ്റ് ആണ്. അപ്പൊ ഇതില് എത്ര വരെ ഉണ്ട്? ലാസ്റ്റത്തെ 3 ഒഴിച്ചിട്ട് ബാക്കിയാണ് ഇപ്പൊ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റത്തെ 3 ഒഴിച്ചിട്ട് ബാക്കി. ഓക്കെ, അപ്പൊ ഈ ബാബിന്, ഈ 9 പേരുകളുണ്ട്. ഇഫ്ആൽ, തഫീൽ, മുഫഅല, ഇഫ്തിയാൽ. ഇതിനെ കുറിച്ച് പറയേണ്ടത് ഇത് പഠിക്കണം നമ്മൾ. ഓക്കെ, പക്ഷെ അത് ഓരോന്നായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചാൽ മതി. ഇതിപ്പോ ഈ ചാർട്ട് കാണാതെ പഠിക്കൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് 3 നോക്കാന്ന് വിചാരിച്ചു, അതിപ്പോ നടക്കില്ല. അപ്പൊ എനിവേസ് ഒരെണ്ണെങ്കിലും നമുക്ക് നോക്കാം. അപ്പൊ ഇപ്പൊ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതുവരെ പഠിച്ച 6 സ്മോൾ ബാബ്സിന്റെ ഇപ്പൊ ഈ എല്ലാത്തിനും ഇപ്പൊ 9 ഇതുണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ അത് അപ്പൊ ടോട്ടൽ 10 ബാബ്സ് ഉണ്ട്. ഇപ്പൊ എന്നുവെച്ചാൽ 10 ബാബ്സ് എന്ന് പറഞ്ഞാൽ 6 ചെറുത് നിങ്ങൾ പഠിച്ചത് അത് ഫോം 1. അതിനൊരു പേരുണ്ട് ഫോം 1. പിന്നെ ഈ ഓരോ ബാബ്സിനും ഓരോ പേരുണ്ട്. ഫോം 2, ഫോം 3, ഫോം 4, ഫോം 5, ഫോം 6, ഫോം 7, ഫോം 8, ഫോം 9 ആൻഡ് ഫോം 10 വരെ ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാബ് ഇഫ് ആൽ ഏത് ഫോം ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം അത് ഫോം 4 ആണെന്ന് പറയണം. ഓക്കെ, അതേപോലെ തഫീൽ ഏത് ഫോമാന്ന് ചോദിച്ചാൽ അത് ഏത് ഫോമാന്നുള്ളത് നിങ്ങൾ പറയണം. അത് മസ്റ്റ് ആണ്. എന്നാലാണ് നിങ്ങൾക്ക് അറബിക്കിൽ ഡിക്ഷണറി ഉപയോഗിക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ. അത് മസ്റ്റ് ആണ്. അതൊരു സ്റ്റാൻഡേർഡ് വേൾഡ് വൈഡ് അറബിക്കിലുള്ള ഒരു റൂളാണ്. എല്ലാത്തിന്റെ ഫോം ഇന്ന ഫോം ആണ് ഓരോ ബാബ് എന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കുന്നത്. അതുണ്ടെങ്കിലാണ് നമുക്ക് ഡിക്ഷണറിയിൽ റൂട്ട് ലെറ്റേഴ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മീനിങ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അണ്ടർസ്റ്റുഡ്? അപ്പൊ അത് ഓരോ ബാബ് പഠിപ്പിക്കുമ്പോഴും ഞാൻ പറയാം അത് ഏത് ഫോം ആണ് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു പോവാം. അപ്പൊ നമ്മൾ ഈ ഫോം 1 പഠിച്ചു കഴിഞ്ഞു. അതെന്താണ്? ബാബ്, നസറ, ഫതഹ, സമിയ, ദറബ, കർമ ആൻഡ് ഹസിബ. ഈ 6 ഫോം 1 എന്ന് പറയുന്നത്. ഈ ഫോം 1ന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന റൂട്ട് ലെറ്റേഴ്സ് കിട്ടുകയാണെങ്കിൽ അത് ഏത് ബാബാണ്, സമിയാണോ ദറബയാണോ എന്ന് കണ്ടുപിടിക്കാൻ ചില്ലറ പണിയല്ല. അതൊന്നില്ലെങ്കിൽ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഡിക്ഷണറിയിൽ നോക്കണം. എന്നാലേ നമുക്ക് അതിന്റെ ആൻസർ കിട്ടുള്ളൂ.
പിന്നെ അതിന്റെ മസ്ദറും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല, അത് നമ്മൾ കാണാതെ പഠിക്കലേ ഉള്ളൂ. പലരും മസ്ദറിന് പല ഫോംസ് ഉണ്ട്. ഫോം 1 6 സ്മോൾ ബോക്സ്, അത് നിങ്ങളിപ്പോ കണ്ടതാണ്. പല ഫോംസ് ആണ് മസ്ദറിന് വരുന്നത്. അപ്പം അത് ദാറ്റ് ഈസ് വൺ തിങ്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ പോകുന്നത് ഫോം 2 ആണ്. ഫോം 2 എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഫോം 2യുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ എല്ലാ പാർട്സിന്റെ പേര് എഴുതിയിട്ടുണ്ട്. അതിന് ഓരോ എക്സാമ്പിൾ ഓരോ ഫീൽഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ ഒരു ഫോമിൽ എക്സ്ട്രാ ലെറ്റേഴ്സ് വന്നിരിക്കുന്നത് എന്നുള്ളതും എഴുതിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ബേസിക്കലി ഞാൻ ഈ ചാർട്ട് പഠിച്ചിട്ടില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ ബാബു പഠിക്കുമ്പോൾ ഈ ചാർട്ട് കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ ബാബു പഠിക്കുമ്പോൾ നമുക്ക് അറിയാം ഏതാണ് ഇതിന്റെ എക്സ്ട്രാ ലെറ്റർ വരണേന്ന് അറിയാം. അതുകൊണ്ട് ഇതിൽ നിങ്ങൾ വല്ലാതെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, ഓരോന്ന് പഠിക്കുമ്പോൾ പഠിച്ചു പോയാൽ മതി. ബട്ട് ദെൻ യു ഹാവ് ടു ലേൺ ദ നെയിംസ്. ഈ ഫസ്റ്റ് ചാർട്ടിലെ ഈ ഫസ്റ്റ് കോളത്തിലെ പേരുകൾ പഠിക്കണം. അത് ഓരോ ബാബു പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചു പോയാൽ മതി. ഓക്കെ, പിന്നെ അതിന്റെ ഫോം ഏതാന്നുള്ളതും മസ്റ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ ഇനി ഫോം 2 എന്ന് പറയുന്നത് പേജ് നമ്പർ ഏതാണെന്ന് നോക്കിക്കോട്ടെ. ബാബ് തഫീൽ. ബാബ് തഫീൽ ഇത് ഫോം 2 ആണ്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ബാബ് തഫീൽ ഇസ് ഫോം 2, പേജ് നമ്പർ 99. ഓക്കെ, ഇനി 5 മിനിറ്റ് ഉള്ളൂ. ഞാൻ ഇത് മാത്രം പറഞ്ഞിട്ട് ഇന്ന് നിർത്താം. ഇതിന്റെ മാദി എന്ന് പറയുന്നത് സർറഫ. ഓക്കെ, സർറഫ. സർറഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ചിങ് ആണ്, റിപ്പീറ്റഡ്ലി ചേഞ്ചിങ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മുതാരി യുസർരിഫു. ഓക്കെ, ഈ ബാബ് ഈ 9 ഫോം 2 മുതൽ ഫോം 10 വരെയുള്ള ബാബ്സിന്റെ മസ്ദറിന് പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേൺ കണ്ടുകഴിയുമ്പോൾ നമുക്കറിയാം ഇത് ഇന്ന ഫോമിന്റെ അല്ലെങ്കിൽ ഇന്ന ബാബിന്റെ മസ്തർ ആണ് എന്ന്. ഈ പാറ്റേൺ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ആദ്യത്തെ 6 ഫോം 1ലെ 6 ബാബ്സിന്റെ മസ്തർ നമുക്ക് പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റൂല. ഓക്കെ, സർറഫ ഇസ് മാദി, യുസർരിഫു ഇസ് മുദാരെ, തസ്രീഫൻ ഇസ് എ മസ്തർ, ഫഹുവ ഇസ് ഫോർ എ റൈമിംഗ്, മുസർരിഫുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസം ഫായിലാണ്. ഇനി വസുർരിഫ ഇത് മജ്ഹൂൽ മാദിയാണ്. സർറഫ സുർരിഫ. ഓക്കെ, പിന്നെ യുസർരിഫു യുസർറഫു ഇത് മുദാരെ മാറൂഫ്, ദിസ് ഇസ് മുദാരെ മജ്ഹൂൽ. ഓക്കെ, തസ്രീഫൻ ഇസ് ദ സെയിം മസ്ദർ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഫഹുവ ഇസ് ഓൾസോ ഓക്കെ. ഇത് മുസർറഫുൻ. ഇസം ഫാഇൽ ഇസ് മുസർരിഫുൻ, മുസർരിഫുൻ, ആൻഡ് ഇസം മഫൂൽ ഇസ് മുസർറഫുൻ. ഓക്കെ, ഇൻ അൽ അംറു മിൻഹു സർറിഫ് വന്നഹ്യു അൻഹു ലാ തുസർറിഫ് വദ്ദർഫു മിൻഹു മുസർറഫുൻ. മുസർറഫുൻ എന്ന് പറയുന്നത് ഇസം മഫ്ഊലിന്റെ പാറ്റേൺ തന്നെയാണ് ദർഫ് വരുന്നത്. അത് ഈ ബുക്കിൽ എഴുതിയിട്ടില്ല, യു ക്യാൻ ആഡ് ടു ഇറ്റ്. ഓക്കെ, അപ്പൊ സർറഫ ബാദി യുസർരിഫു മുദാരെ, തസ്രീഫൻ ഇസം മസ്ദർ, ഫഹുവ മുസർരിഫുൻ ഇസം ഫാഇൽ, വസുർരിഫ മാദി മജ്ഹൂൽ, യുസർറഫു മജ്ഹൂൽ മുദാരെ, തസ്രീഫൻ again മസ്ദർ, മുസർറഫുൻ is the ism maf'ul and it is also the ദർഫ് പാറ്റേൺ. അതാണ് ഈ ദർഫ്. ഒന്നും പല പാറ്റേൺസ് ഉണ്ടാവും കേട്ടോ ഒരു ബാബിന് തന്നെ. ഇപ്പൊ നമ്മൾ ഈ ബുക്കിൽ ഇത് മാത്രം ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് പഠിക്കുന്നേ ഉള്ളൂ. ഇനി പല പാറ്റേൺസും താമർബൂത്തായിട്ടൊക്കെ ഒക്കെ വരും. ഓക്കെ, അൽ അമർ മിൻഹു സർറിഫ്, നഹി ലാ തുസർറിഫ്, വദർഫ് മുസർറഫുൻ ഇസം മഫൂലിന്റെ പാറ്റേൺ ആണ്. ഇതില് ബാക്കിയൊന്നും നമ്മൾ പഠിക്കുന്നില്ല, അതൊന്നുമില്ല. ഇതിൽ ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പാറ്റേൺ ബാബ് ഇത്രയും പഠിക്കണം. ബാബ് തഫീൽ ഇത് ഏത് ബാബാന്ന് ചോദിക്കുമ്പോ സർറഫ പറയരുത്, ബാബ് തഫീൽ എന്ന് പറയണം. ഫോം 2 ഏത് ബാബാന്ന് ചോദിക്കുമ്പോ സർറഫ പറയരുത്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഇതും പഠിച്ചു. ഒരു എക്സാമ്പിളും പഠിക്കുക, ബാബിന്റെ പേരും പഠിക്കുക, ഫോമും പഠിക്കുക. അപ്പൊ ബാബ് തഫീൽ എന്ന് പറയുന്നത് ഫോം 2 ആൻഡ് എക്സാമ്പിൾ സർറഫ. ഓക്കെ, ഇത്രയും പഠിക്കുക, ഈ പാറ്റേണും പഠിക്കുക. വേറെ ഒന്നും ഇതിനെ കുറിച്ച് പറയണ്ട. പിന്നെ ഇതിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ്ലി ചേഞ്ചിങ്. സി, നസല എന്ന് പറഞ്ഞാൽ ഹി സെൻഡ് ഔട്ട്. നസല എന്ന് പറഞ്ഞാൽ ഹി സെൻഡ് ഔട്ട്. നസല എന്ന് പറഞ്ഞാൽ ഹി സെൻഡ് ഔട്ട് റിപ്പീറ്റഡ്ലി. ഓക്കെ, പീസ് ആയിട്ട്. ഖസമ എന്ന് പറഞ്ഞാൽ ഡിവൈഡ്. ഖസമ എന്ന് പറയുമ്പോൾ കട്ട് ഇൻ ടു പീസസ് റിപ്പീറ്റഡ്ലി. ഇനി വേറെ കാര്യം ഞാൻ പറയാം, ഡോണ്ട് വറി അബൌട്ട് ദ മീനിങ്സ്. ഈ മീനിങ്സ് ഞങ്ങൾ ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല.
ഇതിന്റെ മീനിങ്സ് ആരും പഠിപ്പിച്ചതല്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം എന്താന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയാമല്ലോ, ആരും ഇതിന്റെ മീനിങ്സ് പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് സോഴ്സിൽ നിന്ന് പഠിച്ചാണ്. ആകെപ്പാടെ പഠിപ്പിച്ച് തന്നത് ഷേഖ് അക്രത്തിന്റെ ക്ലാസ്സിൽ നിന്ന് മാത്രമാണ് മീനിങ് പറഞ്ഞത്. ഹീസ് എ PhD ഇൻ അറബിക്. അപ്പൊ ഹീ ഈസ് എ വൺ ഹു ടോട്ട് ദ മീനിങ്സ്. അപ്പൊ ആ മീനിങ്സ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ബട്ട് ഡോണ്ട് എക്സ്പെക്ട് ഇറ്റ് എക്സാക്ട്ലി ദ സെയിം എവറിവെയർ. നമ്മൾ ഖുറാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സർഫ് എന്ന വേർഡ് അത് റിപ്പീറ്റഡ്ലി അല്ലേ, പിന്നെ അതെന്താണ് അങ്ങനെ വന്നിരിക്കുന്നത്, അങ്ങനെയൊന്നും വറി ചെയ്യണ്ട. ഓക്കെ, ബേസിക്കലി ഒരുപാട് മീനിങ്സ് വരും, ഇതിന് ചേഞ്ചസ് ഒരുപാട് വരും. അപ്പൊ ഡോണ്ട് വറി. ഇതിൽ നമ്മൾ മീനിങ് നോക്കുമ്പോൾ ഡിക്ഷണറി നോക്കുക. ഡിക്ഷണറി നോക്കണേ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ഇൻഷാല്ലാ. ഞാൻ ഇന്നിപ്പോ മറ്റേ ബാച്ചിന് ഡിക്ഷണറി നോക്കാൻ പഠിപ്പിച്ചുള്ളൂ. അപ്പൊ ഡിക്ഷണറി നോക്കാൻ ഞാൻ പഠിപ്പിച്ചു തരാം, നിങ്ങൾക്ക് തന്നെ മീനിങ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോഴത്തെ നമ്മളുടെ ഫോക്കസ് ഈ ടേബിൾ കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. റിപ്പീറ്റഡ്ലി ഡൂയിങ് എന്നാണ് ഇതിന്റെ മെയിൻ മീനിങ് വരുന്നത്. മീനിങ്സ് ഇനി പല രീതിയിലും വരും. സോ ഡോണ്ട് വറി. ഒരു മീനിങ് അങ്ങനെ അല്ലാത്തത് എന്തുകൊണ്ട് എന്നുള്ളതിൽ ഒരു സ്ട്രെസ് വേണ്ട എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 1 മിനിറ്റ് പോലും ഇല്ല. ഇനി നാളെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഡോണ്ട് വറി. ഇച്ചിരി ധൃതി പിടിച്ചു, നാളെ ഇത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, എനിത്തിങ് എൽസ്? ഇത് കാണാതെ പഠിക്കുക കേട്ടോ, മസ്റ്റ്. ഇന്ന് ഒരു ബാബേ ഉള്ളൂ. ഇനിയും വരുന്ന